CPIM പാർട്ടി സമ്മേളനങ്ങൾ നാളെ തുടങ്ങാനിരിക്കെയാണ് മുതിർന്ന നേതാവ് ഇ.പി. ജയരാജന്റെ പടിയിറക്കം. LDF കൺവീനർ പദവിയിൽ നിന്നും മാത്രമല്ല, അധികാര ചേരിയിൽ നിന്നുകൂടിയാണ് ഇ.പി. പുറത്താകുന്നത്. പാർട്ടിയിൽ പിണറായി വിജയന് പിന്നിൽ എം വി ഗോവിന്ദൻ ആധിപത്യമുറപ്പിക്കുന്നുവെന്നതും ശ്രദ്ധേയം. LDF കൺവീനർ പദവിയിൽ നിന്നാണ് ഇ.പി. ജയരാജൻ പുറത്താകുന്നതെങ്കിലും ഫലത്തിൽ പാർട്ടിയിലെ പ്രതാപകാലത്തിന്റെ പരിസമാപ്തി കൂടിയാണ് നടപടി. ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ്. സമ്മേളനകാലത്തെ ഒരു വെല്ലുവിളി കൂടി നേതൃത്വം വെട്ടിവീഴ്ത്തുന്നു. തന്നേക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ നിയോഗിച്ചതിൽ ഇ.പി. ജയരാജൻ അതൃപ്തനായിരുന്നു. PB അംഗത്വം ലഭിച്ചില്ലെന്ന് മാത്രമല്ല, സംസ്ഥാന സെന്ററിലെ നേതൃതീരുമാന ചർച്ചകളിൽ നിന്ന് പുറത്തായതും ഇ.പിക്ക് അമർഷമുണ്ടാക്കി. നീരസം ഇ.പി. പലതവണ പരസ്യമാക്കിയത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി. ഒടുവിൽ തെരഞ്ഞെടുപ്പ് ദിനത്തിലെ വെളിപ്പെടുത്തൽ വിവാദം വെട്ടിനിരത്തിലിന് ആയുധമാക്കിയതോടെ പതനം. ഇ.പിയുടെ എതിർശബ്ദങ്ങളെ ദുർബലമാക്കി സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നുവെന്നത് രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധേയം. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ണൂരിലെയും പാർട്ടിയിലെയും രണ്ടാമൻ പദവി കൂടുതൽ ഉറപ്പിക്കുന്നു. രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക പിന്നോട്ടിറക്കത്തിൽ ഇ.പി. ജയരാജന് പി. ജയരാജന്റേതിന് സമാനമായ വഴിയാണ് തുറക്കുന്നത്. പാർട്ടിയെ എക്കാലവും നിയന്ത്രിച്ച കണ്ണൂർ നേതാക്കൾക്കിടയിൽ ഇനി പുതിയ സമവാക്യം. ഇ.പി. ജയരാജൻ എന്ന രാഷ്ട്രീയ വൻമരമാണ് കടപുഴകുന്നത്. നിരന്തരം കലഹിച്ച ഇ.പിയുടെ വെല്ലുവിളി എം വി ഗോവിന്ദന് മുന്നിൽ ദുർബലമാക്കപ്പെടുകയും ചെയ്യുന്നു. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ.